കുടിയേറ്റ പ്രശ്നം ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ അമേരിക്കയ്ക്ക് പുറകെ യൂറോപ്യൻ യൂണിയനും യൂറോപ്പിലെ വിവിധ രാഷ്ട്രങ്ങളും അനധികൃതമായി നുഴഞ്ഞു കയറിയ ഇപ്പോൾ അവിടെ കുടിയേറിയിരിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിക്കാൻ നോക്കുകയാണ്. അമേരിക്കയുടെ പുറകെ ബ്രിട്ടൻ വളരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ നിരവധി ഇന്ത്യക്കാർക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നു ഇന്ത്യക്കാരെ മാത്രമല്ല, മറ്റ് പല രാഷ്ട്രങ്ങളെയും പ്രത്യേകിച്ചും ഏഷ്യയിൽ നിന്നും കുടിയേറിയിരിക്കുന്നവരെ ഇത് ബാധിക്കും. എന്താണ് ഈ കുടിയേറ്റം ഇങ്ങനെ ഒഴിപ്പിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറാകുന്നതിൻ്റെ പുറകിലെ രാഷ്ട്രീയം എന്താണ്? കുടിയേറ്റം എന്ന് വെച്ചാൽ കുടിയേറ്റം കൊണ്ടാണ് മനുഷ്യനായത്. മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത കുടിയേറ്റം കൊണ്ട്. ഔട്ട് ഓഫ് ആഫ്രിക്ക ആദ്യത്തെ കുടിയേറ്റമാണ്. ആഫ്രിക്കയിലാണല്ലോ ഹോമോസാപ്പിയൻസ് ഉണ്ടായത്. നമ്മളിവിടെ ആ സൊസൈറ്റി സമ്മതിക്കില്ല, അവർ ഔട്ട് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ട തിയറി ഔട്ട് ഓഫ് ആഫ്രിക്കയാണ്. ഞാൻ അതിൽ ആണ്, ബാക്കിയൊക്കെ പൊളിറ്റിക്സാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ കുടിയേറ്റങ്ങൾ, പിന്നെ ഉണ്ടായത് എന്താണ് പ്രധാനപ്പെട്ട കുടിയേറ്റങ്ങൾ? ജൂതന്മാരുടെ കുടിയേറ്റം. ജൂതന്മാരാണ് ലോകത്ത് യൂറോപ്പിൽ നിന്ന് പലപാട്ടെ ചിതറിപ്പോവുകയും യൂറോപ്പിൽ അവരെത്തിപ്പെടുകയും ഒരുപാട് പീഡനങ്ങൾ സഹിക്കുകയും അവിടെ അവർ നല്ല കച്ചവടക്കാരായി നിലവുണ്ട്. എന്നിട്ട് അവർ സയൻസിനെയും ടെക്നോളജിയൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു. നല്ല വിദ്യാഭ്യാസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിൽ നിന്നുള്ള നോളജൊക്കെ അവർ ബ്രിട്ടീഷുകാർ വന്ന പോലെ വലം ഉപയോഗിച്ച് ചോർത്തി കൊണ്ടുപോയതല്ല, അവരവിടെ നിന്ന് പഠിച്ചിട്ട് അവർ അവിടെ അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്തിട്ടാണ് ജൂതന്മാരാണ് പ്രധാനപ്പെട്ട എല്ലാ കണ്ടുപിടുത്തങ്ങളും. ഈ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് അല്ല, അതിനുള്ള ക്യാപിറ്റൽ ആദ്യം കൊടുത്തു. ക്യാപിറ്റൽ അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഷൈലോക്കിൻ്റെ കഥ അറിയാലോ. അവർ ഭയങ്കര പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളും ബിസിനസ്സുകാരുമാണ്. അപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ 1950 വരെ അവരുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നല്ലേ പോയത് അവർ യെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒന്ന്. അപ്പോൾ ആദ്യം പിന്നെ ഇവിടെ കൊളോണിയലിസം തുടങ്ങിയപ്പോഴാണ് ഈ സാഹിബിൻ്റെ ഈ പൈസ വന്നത്, ഇവിടെ ഊറ്റിക്കൊണ്ടുപോയത്. ക്രിസ്ത്യാനികൾ ഇവരതല്ല, സിറിയൻ ക്രിസ്ത്യാനികൾ ഇവരും നല്ല കച്ചവടക്കാരാണ്, അറബികളും നല്ല കച്ചവടക്കാരാണ്. ആ ജൂതന്മാരെ ഏറ്റവും ഷോർഡ് കച്ചവടക്കാരാണ്. അങ്ങനെ ജൂത കുടിയേറ്റാണ് ഈ യൂറോപ്പിനെ രക്ഷപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യ ചരിത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ അതിന് 2 വേർഷൻസ് ഉണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ഔട്ട് ഓഫ് മൈഗ്രേഷൻ വരുന്നു, പിന്നെ 2 സ്റ്റെപ്പി പോപ്പുലേഷൻ ഇങ്ങോട്ട് വരുന്നു. കൂടുതലേക്ക് പോകാതെ വരുന്നത് നമ്മൾ വിവാദമാക്കേണ്ടെന്നുള്ളതാണ്. ഈ കുടിയേറ്റമാണ് ഇന്ത്യയിൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സിറിയൻ ക്രിസ്ത്യൻസ് ഇവിടെ വരുന്നു, അറബികൾ വരുന്നു. അറബികൾ കച്ചവടത്തിനാണ് വന്നത്. സിറിയൻ ക്രിസ്ത്യൻസാണ് കുടിയേറി വന്നത്. പാർസികൾ കുടിയേറ്റത്തിന് വന്നതാണ്. അപ്പോൾ കുടിയേറ്റം എപ്പോഴും ഈ പല സംസ്കാരങ്ങളെ ഫ്യൂസ് ചെയ്യാനും ടെക്നോളജി ഫ്യൂസ് ചെയ്യാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നയിക്കുകയും ചെയ്യും. ലോകത്ത് എല്ലായിടത്തും ഇപ്പം ലാറ്റിൻ അമേരിക്ക ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന യൂറോപ്യൻ വന്നതിന് ശേഷം അവർ കാട്ടിൽ ജീവിച്ചിരുന്ന ആദിവാസികളായിരുന്നു. അപ്പോൾ കുടിയേറ്റം എപ്പോഴും സംസ്കാരത്തെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുടിയേറ്റക്കാരെപ്പോഴും ഞങ്ങളെ മലബാറിലൊക്കെ ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രിസ്ത്യൻസ് കുടിയേറിയിട്ടുണ്ട്. ആ മലയിലൊന്നും ആരും പോവില്ല, അവിടെ ഹിന്ദുക്കളും പോവില്ല, മുസ്ലിം പോവില്ല. അവർ ഇവിടുന്ന് ബെറ്റർ ടെക്നോളജി ആയിട്ട് വന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ടാണ് ഈ മലബാർ മേഖല, വയനാട് അല്ലെങ്കിൽ തിരുവമ്പാടി, കൂരാച്ചുണ്ട്, ഇരുട്ടി, ഈ മേഖലകളൊക്കെ പുരോഗമിപ്പിച്ചത് അവരാണ്, ഈ കുടിയേറ്റക്കാരാണ്. പിന്നെ മറ്റുള്ള നമ്മളെ നാട്ടുകാരും കൂടി അവിടെ സ്ഥലം മേടിച്ച് അവർ റബ്ബർ കൃഷിയൊക്കെ തുടങ്ങി. മനസ്സിലായില്ല? അപ്പോൾ ഈ കുടിയേറ്റക്കാർ ഭയങ്കര കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. നമ്മളെ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, മലയാളികൾക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബംഗാളികൾ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബംഗാളി അവരുടെ സംസ്കാരമൊക്കെ നമ്മളെ സംസ്കാരമായിട്ട് റിഫ്യൂസ് ചെയ്യും. അവരുടെ ഒരു വർക്ക് കളിച്ച് നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ ആലസ്യത അവരെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുടിയേറ്റം ഒരു നെഗറ്റീവ് കാര്യമൊന്നുമല്ല. കുടിയേറ്റമാണ് ലോകത്തെ നന്നാക്കിയത്, ചലിപ്പിക്കുന്നത്. പണ്ടൊന്നും പക്ഷേ കുടിയേറ്റത്തിന് രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നില്ല. ഇപ്പം പലപ്പോഴും രാഷ്ട്രീയ അജണ്ടകൾ കൂടി കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കുടിയേറി കഴിഞ്ഞാൽ അവർ ആ നാട്ടിൽ താമസിക്കുമ്പോൾ ജൂതന്മാരെ എല്ലാ സ്ഥലത്തും കുടിയേറി അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒരു വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. പക്ഷെ മറ്റേ ആൾക്ക് ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വേറെ ആരെങ്കിലും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അവിടെ നമ്മൾ ആ രാജ്യത്തെ ജൂതവൽക്കരിക്കണമെന്ന് ഉദ്ദേശം അവർക്കില്ല. അവർക്ക് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയാൽ ജൂതനെ വേണ്ട, നിങ്ങൾ മനസ്സിലായില്ലേ? ആണ് ജൂത കുടിയേറ്റത്തിൻ്റെ ഒരു കാര്യം. യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തിന് അവർ തയ്യാറായില്ല. ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസ് ഇവിടെ വന്ന സമയത്തും അവർ മതപരിവർത്തനം തയ്യാറായിരുന്നില്ല. അവർക്ക് പൊട്ടഷൻ്റെ മതം മാറ്റിയത്. അല്ലാതെ പിന്നെ ലാറ്റിൻ കത്തോലിക്കൻ സിറിയൻ ക്രിസ്ത്യൻസ് വന്നപ്പോൾ അവർ താല്പര്യം, അവർ നിങ്ങളെ കൂടെ ഒരു താല്പര്യം അവർക്കില്ല. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ 2 കാര്യങ്ങളുണ്ടാണ്. ഒന്ന്, കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ട് മുമ്പും ഈ ഭരതൻ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ബംഗാളികൾക്ക് സ്ഥിരം ലോട്ടറി അടിക്കുന്നത്, മലയാളികൾക്ക് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലോട്ടറി അടിച്ച ലോട്ടറിക്കാരും ഒക്കെ ബംഗാളികൾക്കാണ് കിട്ടുന്നത്. ഇത് പ്രശ്നമുണ്ട്. ഈ ഭരതൻ രക്ഷപ്പെടുന്നത് നമുക്കാർക്കും ഇഷ്ടമില്ല. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ യൂസഫ് അലി സാദൊക്കെ ഗൾഫിൽ എങ്ങനെ നിന്നു എന്നോ എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹം അവിടുത്തെ ഭരതനാണല്ലോ, ഇവിടുന്ന് പോയാളല്ലോ. അപ്പം ഇത് ജൂതന്മാർക്കെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജൂതന്മാർ യൂറോപ്പിലുടനീളം പീഡിപ്പിക്കപ്പെട്ടത്. നമ്മൾ കേരളത്തിൽ മാത്രമാണ്, ഇന്ത്യയിൽ മാത്രമാണ് അവർ പീഡിപ്പിക്കപ്പെടാതെ. പിന്നെ രണ്ടാമത് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടി മുസ്ലിം തുർക്കി ഭരണാധികാരികളും സ്പെയിനിലെ മുസ്ലിം ഭരണാധികാരികളുണ്ടല്ലോ.
എനിക്ക് വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്, പറഞ്ഞാൽ കൂടി പോകും. അപ്പം കുടിയേറ്റം ആ അർത്ഥത്തിൽ മുമ്പും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന അർത്ഥമല്ല. ഇന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി തുടങ്ങിയപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് എല്ലായിടത്തും അറിയുന്നു എന്നുള്ളതാണ്. പരസ്പരം ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ മുമ്പ് ജൂതന്മാരാണ് ഒരു കോമൺ ശത്രു, പബ്ലിക് എനിമിയായി വന്നിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം വരുന്നു. ജൂതന്മാർ പബ്ലിക് എനിമിയായി വരുന്നത് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കും, അവർ കണ്ണിച്ചോരല്ലാത്ത കച്ചവടം നടത്തും. കച്ചവടം നടത്തിയുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വെറുപ്പ് സമ്പാദിപ്പിക്കുന്നു. കോംപ്രമൈസ് കോംപ്രമൈസിന് മാത്രം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളായിട്ട് അവർ പോകുന്നു. പിന്നെ അവർ ഉപജാപങ്ങൾ നടത്തും. മുസ്ലിങ്ങളെ പറ്റിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ അവർ ബിസിനസ് നടത്തുന്നു, അവർ ഈ പറഞ്ഞ അവരുടെ ആചാരങ്ങളെ സംബന്ധിച്ച്. ഇതിൻ്റെ കൂടെ വേറൊരു പ്രശ്നമുണ്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കുള്ള പൊതു കോമൺ ആയിട്ടുള്ള വിഷയം മതപരിവർത്തനം. രണ്ടാളും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഫീലുണ്ട്. അപ്പോൾ ജൂതന്മാർക്കെതിരെ എങ്ങനെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് യൂറോപ്പിലെല്ലാം ചിന്താഗതി ഉണ്ടായിരുന്നത്, അതേപോലെ ചിന്താഗതി ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയുണ്ട്. നിങ്ങൾ വിചാരിക്കണേ ഹിറ്റ്ലർ മുസോളിനി മാത്രമല്ല, യൂറോപ്പിലെ എല്ലാ രാജ്യത്തും ജൂതന്മാരെ വെറുപ്പ് കഴിഞ്ഞ് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ ജൂത സഹായത്തോടു കൂടി അമേരിക്ക ജയിച്ചോട് കൂടിയിട്ടാണ് ഈ ആളുകൾ ആറ്റിറ്റ്യൂഡ് മാറിയത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം കുടിയേറ്റമായി ഇന്നിപ്പോൾ ഒരു മുസ്ലിം കുടിയേറ്റമാണ്. മുസ്ലിം കുടിയേറ്റം രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, അവരങ്ങോട്ട് അവിടെ കുടിയേറുന്നു, അവർ കഷ്ടപ്പെട്ട് കുടിയേറ്റം വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയൊന്നും എല്ലാം ഉള്ള കുടിയേറ്റമുണ്ട്. വാക്കലക്കാരായിട്ടുള്ള ആളുകളാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ശക്തരായിട്ടുള്ള മലയാളി കുടിയേറ്റക്കാർ. പിന്നെയാണ് നമ്മൾ ഈ മലയോര മേഖലയിലുള്ള ആളുകൾ 90s കൂടി വന്നത്. വാക്കലയിൽ നിന്ന് പോയ ആളുകൾ വളരെ മുമ്പേ പോയിട്ട്, അത് വെരി പവർഫുൾ ഇതാണ്. അപ്പം ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ളൊരു വികാരം ഉണ്ടാകുന്നത് യൂറോപ്പിൽ ഗ്ലോബലൈസേഷനൊക്കെ ശക്തിപ്പെട്ട സമയത്ത് ഇതൊരു പ്രശ്നമായിരുന്നില്ല. എല്ലാവർക്കും തൊഴിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്ലോബലൈസേഷന് അടികിട്ടി അമേരിക്ക സപ്ലൈം പൈസ വന്നതോടുകൂടി അമേരിക്കക്കാർക്ക് ജോലി ഇല്ലാതായി, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലാതായി. അവിടുത്തെ ആളുകൾ അപ്പം എന്ത് ചെയ്ത് അവരെ അലട്ടാൻ തുടങ്ങിയ പ്രശ്നങ്ങൾ. അപ്പോൾ അവരുടെ ജോലി അവർ പെട്ടെന്ന് നോക്കുമ്പോൾ ഞങ്ങളെ ജോലി ഇവരുണ്ടോന്നു, ഇവർ വന്ന് കുറഞ്ഞ നിലവിൽ പണിയെടുക്കുന്നു, അവർക്കെതിരെ ഒരു വികാരം ഉണ്ടാകുന്നു. ഇത് മേരി ലീപ്പനിനെയൊക്കെ പോലെ വലതുപക്ഷ പാർട്ടികൾ അത് ഉപയോഗപ്പെടുത്തുന്നു. ട്രംപ് അല്ല അത് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ രണ്ട്, മുസ്ലിങ്ങൾ അവിടെ വന്നിട്ട് ഇവർക്ക് ഒരു ആവശ്യമില്ല. നമ്മൾ കേരളത്തിൽ കാണാത്തൊരു പരിപാടിയുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. ഇങ്ങനെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് നിസ്കരിക്കും. നിങ്ങളെ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അത് എന്താണെങ്കിൽ പോലും ജൂതന്മാരൊന്നും പണി ചെയ്തിട്ടില്ല, ഇത് ക്രിസ്ത്യാനികളും ചെയ്യില്ല, എന്നാൽ ഒരു കോമൺ സെൻസ് ഉണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് സമയത്ത് നിസ്കരിക്കണമെന്ന് തോന്നുന്നത്. അവസാനം നമ്മൾ പിന്നെ വൈകിയാലും പ്രശ്നമല്ല, പിന്നെ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അമ്മയൊക്കെ തിരക്കുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം വൈകുന്നേരം വന്നിട്ട് ഒരുമിച്ച് നിസ്കരിക്കും. അത് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ജുമാ മാത്രമാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജുമാ അതുപോലും പക്ഷേ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അപ്പോൾ ഇവർ ബോർഡും വെച്ച് അങ്ങ് നിസ്കരിക്കും. യൂറോപ്പിലുള്ളൊരു ജനാധിപത്യ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായ അവിടെ ബ്ലോക്കില്ലാത്ത സ്ഥലമാണ്. അതെ അതെ. അപ്പം ജനാധിപത്യത്തെ അവർ ബഹുമാനിക്കുന്ന അവരുടെ മാസാന്തരമല്ല വിചാരിച്ചാൽ അവരെ വണ്ടി അവിടെ ചവിട്ടിയിടും. കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് ഇറിറ്റേഷൻ വരുമല്ലോ. ഇതിൻ്റെ പുറത്താണ് അവിടെയുള്ള ആളുകളെ മതം മാറ്റാനുള്ള കുറേ ശ്രമങ്ങൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അറബ് മുസ്ലിങ്ങളോടില്ലാത്ത ഒരു വിരോധം ഈ പറഞ്ഞതുപോലെ യൂറോപ്യൻകാർക്ക് ഈ പാകിസ്ഥാനി ബംഗ്ലാദേശി മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ചും കിഴക്കൻ ഏഷ്യയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു കാരണം ഇതൊക്കെയാണോ? അല്ലേ, ഈ നമ്മുടെ ആളുകൾ സുഖമാണ്. ഇപ്പം നാളെ തന്നെ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഒരു ബസ്സിൽ ഇന്ത്യക്കാർക്ക് ഈ പാട്ട്, അവിടെ ആളുകൾ കാമൻ കൊറ്റായിരിക്കുന്ന സ്ഥലമാണ്. പാട്ടും ഭാരത് മാതാക്കി ചെയ്യുന്ന കൊടുത്ത് നിങ്ങൾ ഭാരത് മാതാക്കി ചെയ്ത് നിങ്ങൾ മനസ്സിൽ വിളിച്ചാൽ പറ്റും. അവിടെ പോയി സാഹിബിനെ കൊണ്ട് പറയിപ്പിക്കണം. ഇമ്മാതിരി സ്വഭാവന്മാർക്കൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പൈലറ്റ് മോഡിയുടെ ഉഡാൻ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവൻ പറഞ്ഞാൽ അവിടെ രണ്ട് ഗ്രൂപ്പാണ്, ഉത്തരേന്ത്യൻ ഗ്രൂപ്പും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ്. ഉത്തരേന്ത്യക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, ആളുകൾ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്വഭാവം പൊതുവായിട്ടുള്ളതാണ്. അപ്പം അത് മുസ്ലിംസിനിടയിലാണ് ഈ മതത്തിൻ്റെ സ്വഭാവം കൂടി കൂടുമ്പോൾ വിക്ടിമൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പ്രശ്നം വരുന്ന സമയത്ത് മാത്രമല്ല അവിടെ മതപരിവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നു, ആളുകൾ എതിർപ്പുണ്ടാവുന്നു. ഇനി പക്ഷേ എതിർപ്പിൻ്റെ കാരണം അതൊന്നുമല്ല, ഇവരെ കൊണ്ട് അവർക്ക് ഗുണമായിരുന്നു. കാരണം ചീപ്പ് ലേബർ കിട്ടും, അവർ ചെയ്യാൻ പഠിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളെ കിട്ടും. ഇപ്പം സായിപ്പിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കി, ഇത് മതമൊന്നുമല്ല, ഇവരെ ഉൾക്കൊള്ളാനും പോറ്റാനും പറ്റുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയക്കാർ അത് മുതലെടുക്കും. തീവ്ര വലതുപക്ഷം മുതലെടുക്കാനുള്ള സാധനം ഇവന്മാർ ഇട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ അറബികളെ അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത, അറബികൾ അവർക്ക് മുമ്പേ അറിയാം. അവരുടെ കൾച്ചർ ഉണ്ടാക്കുന്നതിൽ തന്നെ അറബികൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്പെയിൻ അറബി സാമ്രാജ്യത്തിൽപ്പെട്ടതായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പ് ഖിലാഫത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെ ആരും കുടിയേറ്റക്കാരല്ലേ. ഇംഗ്ലണ്ടിൽ ബേസിക്കലി ജർമ്മൻകാരും ഫ്രഞ്ചുകാരുമാണ്. അവിടെയുള്ള മുമ്പ് കെൽട്ടിക് വംശജരായിരുന്നു. അവരുടെ ഭാഷ പോലും ഇല്ലാതായിക്കൊണ്ടാണ് ഇവർ കുടിയേറിയത്. അമേരിക്കക്കാരെ കുടിയേറ്റക്കാരല്ലേ, യൂറോപ്പിൽ നിന്ന് കുടിയേറിയതല്ലേ. കുടിയേറ്റക്കാർ ബേസിക്കലി ഇംഗ്ലീഷ് കൾച്ചർ ഡോമിനേറ്റ് ചെയ്യുന്ന എണ്ണം കൂടുതൽ ജർമ്മൻകാരാണ്. അതുതന്നെയാണ് ഈ ജർമ്മൻകാരാണ് ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ജൂതന്മാരെന്ന് പറയുമ്പോൾ ജർമ്മൻകാരാണ്.
അതിൽ ജൂതനും ഉണ്ടാവും. ജർമ്മൻകാരാണെങ്കിൽ ടെക്നോളജിയുടെ അവർക്ക് വല്ലാത്തൊരു ബ്രെയിൻ ഉണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തുറന്നു കിടക്കുന്ന രാജ്യമാണ്, നാച്ചുറൽ അതിർത്തി ഇതില്ല, ഫ്രോണ്ടിയറുകളില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് ആക്രമിക്കപ്പെടാം. അപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജർമ്മൻകാർ ഇത്ര കണ്ടുപിടുത്തം നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.